ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പം നമ്മൾ പാചകം ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവർക്കും സുഖമാണോ? ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടുണ്ടല്ലോ, ചിക്കൻ എടുക്കുമ്പോൾ ഉണ്ടല്ലോ വരുന്നില്ല. എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും നമ്മുടെ വീഡിയോ മിസ്സാക്കാതെ എല്ലാവരും വീഡിയോ കാണണം കേട്ടോ. എനിക്ക് സുഖമാണ്. ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള പരിപാടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. വണ്ടിയൊക്കെ പോണതിൻ്റെ സൗണ്ടിലും ചിക്കൻ വറുക്കാനിടുന്നതിൻ്റെ സൗണ്ടിലും ഞാൻ പറയുന്നതൊക്കെ കേൾക്കാൻ പറ്റുമോ ഇല്ലയെന്ന് അറിഞ്ഞുകൂടാ. ഒരു 4-5 മിനിറ്റുള്ള വീഡിയോ ആയിക്കോട്ടെ എന്ന് കരുതി. അപ്പോൾ ഞാനത് പൊരിക്കാൻ വേണ്ടി ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ എന്തൊക്കെയുണ്ട്, നിങ്ങളെല്ലാം ചോറ് കഴിച്ചോ? ഇപ്പോൾ മണി 1:15, 1:15, 1:15. അപ്പോൾ ഇതവിടെ കിടന്ന് പൊരിയട്ടെ. എല്ലാം കൂടെ ഒരു സ്റ്റെപ്പിലങ്ങ് ഇട്ട് കേട്ടോ. അപ്പോൾ ഞാൻ വന്നപ്പോണ്ടല്ലോ എൻ്റെ ചേട്ടൻ ചിക്കൻ കറി വെച്ചു. ചിക്കൻ ചുമ എരിവ് മണ്ടേ കയറുന്നുണ്ട്. അപ്പം ഞാൻ ജോലിയും കഴിഞ്ഞ് വന്നപ്പോണ്ടല്ലോ എൻ്റെ ചേട്ടായി ചിക്കൻ കറി വെച്ചിട്ടുണ്ട്. ചിക്കൻ കറി ഞാനെങ്കിൽ ഇച്ചിരി വെള്ളത്തിൽ വെക്കുമായിരുന്നു, അത് പുള്ളി വറ്റിച്ച് വെച്ചേക്കാണ്. പിന്നെ അതിൽ കറിയും കൂടെ വെക്കണം. പരിപ്പ് കറി വെക്കാം. നോക്കട്ടെ പരിപ്പ് കറി വെക്കാം. കണ്ടോ, ചോറ് വാർത്തിട്ടിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളത് വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ടാണ് ചേച്ചി വീഡിയോ എടുത്തത്. അപ്പോൾ ഇനി നോക്കട്ടെ എന്ത് കറി വെക്കണമെന്ന്, സാമ്പാർ വെക്കണോ പരിപ്പ് കറി വെക്കണമെന്ന് നോക്കട്ടെ. അത് ഇച്ചിരി ചിക്കൻ കറി ഇച്ചിരി വെള്ളത്തോടെ വെച്ചെങ്കിൽ പിന്നെ വേറെ കറിയൊന്നും വെക്കണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ അടുത്ത പരിപാടി എന്താണെന്ന് നോക്കട്ടെ. സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, ക്ലിയർ ഉണ്ടോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ. സാമ്പാർ വെക്കാൻ പോണു ഞാൻ. അതിന് പരിപ്പ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. സാമ്പാർ വെക്കാം. പച്ചക്കറി കട്ട് ചെയ്യണം. പച്ചക്കറി കട്ട് ചെയ്യണത് കാണിക്കണോ ഫോണ് കട്ട് ചെയ്യണോ? പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് കാണിച്ച് വരുമ്പോണ്ടല്ലോ സമയം ഒത്തിരി ലേറ്റാവും. സമയം വീഡിയോക്ക് ലെന്ത് പോടും. ചൂട് കേട്ടോ, ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. ചൂട് നമ്മുടെ ഈ ഷീറ്റിൻ്റെ ചൂടുണ്ടല്ലോ, വെയിലത്തുനിന്ന് വന്നിട്ടാണ് നമ്മുടെ വീട്ടു ജോലി ചെയ്യുന്നത്. ചൂട് സഹിക്കാൻ വയ്യ സുഹൃത്തുക്കളെ. ഇറങ്ങി ഓടാൻ തോന്നുന്നുണ്ട്. ഇത് ഞാൻ അന്ന് കാണിച്ചില്ലേ, നമ്മൾ ഷോപ്പിങ്ങിന് പോയിട്ട് വന്ന് വാങ്ങിയ പച്ചക്കറി എന്ന് പറഞ്ഞില്ലേ, ആ പച്ചക്കറിയാണ് നമ്മളെ വീഡിയോയിൽ കാണിച്ചല്ലോ. അതിൽ ചിലർ കമൻറ്റ് ഇട്ടേക്കുന്നുണ്ട്, നിങ്ങൾ മലക്കറി വാങ്ങാൻ പോയേന് ഞങ്ങളെ എന്തിനാ കാണിക്കുന്നത്, നിങ്ങൾ സാധനം വാങ്ങാൻ പോയേന് ഞങ്ങളെ എന്തിനാ കാണിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇതൊക്കെ ഒരു സന്തോഷമല്ലേ? നിങ്ങളൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നവരല്ലേ. അപ്പം നമ്മുടെ വിശേഷങ്ങളും നമ്മളെ വീട്ടുകാര്യങ്ങളൊക്കെയാണ് നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നത്. അതിനൊരു കമൻറ്റ് വന്നതാണ്, നിങ്ങൾ പച്ചക്കറി വാങ്ങാൻ പോകെ സൂപ്പർ മാർക്കറ്റിൽ പോകെ, അതൊന്നും ഞങ്ങളെ കാണിക്കുന്ന എന്തിനാ? ഒരാൾ കമൻറ്റ് ഇട്ടത് എനിക്കത് ചിരിയും വന്നു കേട്ടോ. ആ കമൻറ്റ് കേട്ടിട്ട് എനിക്ക് ചിരിയും വന്നു. നമ്മളെ വീട്ടു വിശേഷവും നമ്മുടെ പാചകവും നമ്മുടെ വാചകവും ഒക്കെയാണ് നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നത്. നമ്മൾ പിന്നെ അല്ലാണ്ട് എന്ത് വിശേഷം കാണിക്കാനാ? നമുക്കിതൊക്കെ നമ്മളൊരു ഡ്രസ്സ് എടുക്കാൻ പോയാലും നമ്മളൊരു സാധനം വാങ്ങാൻ പോയാലും ഈ വിശേഷമൊക്കെ നമ്മുടെ പാചക വീഡിയോ എന്നും ട്രാവൽ വീഡിയോ എന്നും കോമഡി വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ നിങ്ങളെ മുന്നിൽ എത്തുന്നത്. അപ്പോൾ അതിന് വന്ന കമൻറ്റാണ്. ഞാൻ പരാതി പറയാനല്ല, ആ കമൻറ്റ് കണ്ടപ്പോഴല്ലോ എനിക്ക് ചിരി വന്നു. ഞാൻ അറിയാണ്ട് എനിക്ക് ചിരി വന്നു. അപ്പോൾ ഞാൻ എന്തായാലും പച്ചക്കറി കട്ട് ചെയ്യട്ടെ. ഇനിയിപ്പോൾ അത് കണ്ടിട്ട് പറയുള്ളൂ, ഇതിൽ സാമ്പാറിന് അരിയണതും പച്ചടിക്ക് അരിയണതും നമ്മളെന്തിനാ കാണിക്കണമെന്ന് ചോദിക്കും. വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് കഥ പറയാണ്. എത്രത്തോളം ക്ലിയറും ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയാൻ പറ്റൂല. നോക്കട്ടെ. ഒരു സൈഡിൽ ചൂടെടുത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ചൂടെടുത്തിട്ട് നമ്മളെ ചിക്കൻ ഏതാണ്ട് പിസിൽ വന്നു.
പരിപ്പിന് വെച്ചിട്ടാണ് പച്ചക്കറി അരി എടുത്ത്. അപ്പോഴത്തേക്ക് വിസിൽ കേൾക്കുന്നുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാം. ഞാൻ ഈ കുക്കറെ എനിക്ക് എന്തൊക്കെ നല്ല കൈവാക്കണം. വേറെ കുക്കറൊക്കെ ഉണ്ട്, എന്നാലും ഞാൻ അതെടുക്കില്ല. എനിക്കിതാണ് കൈവാക്ക്. പെട്ടെന്ന് നമ്മൾ പറയുന്നത് പോലെ അനുസരിക്കും നമ്മുടെ കുക്കർ. പച്ചക്കറിയൊക്കെ ഒരു പരുവായോ? പച്ചക്കറിയൊക്കെ ഒരു അവിയലിനും കൂടെ ഉണ്ട്. ഇന്നിപ്പോൾ ഞാൻ സാമ്പാർ വയ്ക്കാം. സാമ്പാർ ചോറൊക്കെ കഴിച്ചിട്ട് വേണം ഇച്ചിരി നേരം ലൈവിൽ വന്ന് എൻ്റെ മക്കളോട് കഥ പറയാം. നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറേ മക്കളുമാരുണ്ട് കേട്ടോ. നമ്മളെ ഇഷ്ടപ്പെടുന്ന കുറേ മക്കളുമാരുണ്ട്. അവരോട് വന്ന് കുറച്ച് കഥ പറയാം. ചോറൊക്കെ കഴിച്ചിട്ട് വന്നു. എന്നാൽ ഞാൻ വീഡിയോ കട്ട് ചെയ്യാം മക്കളെ. വീഡിയോ കട്ട് ചെയ്തിട്ട് ഇതെല്ലാം അരിഞ്ഞ് പറക്കി അടുപ്പിൽ വെക്കട്ടെ. ഞാൻ വലിയ കാര്യമായിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. വീഡിയോ കിട്ടുന്നോ ഇല്ല എനിക്കറിയില്ല. കിട്ടുന്നോ ഇല്ല എനിക്കറിയില്ല കേട്ടോ. ഓണാണോ ഓഫാണോ അറിയത്തില്ല. ബാക്കി സംഭവമൊക്കെ എടുക്കട്ടെ. ചേച്ചി വീഡിയോ കട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ സാമ്പാറിനൊക്കെ എല്ലാം റെഡിയാക്കി അടുപ്പത്തായിട്ടുണ്ട് കേട്ടോ. 4 പാത്രം കിടക്കുന്നു. അപ്പോഴത്തേക്ക് ഞാനത് കഴുകാം. ക്ലിയർ ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എന്തോ ഇരുട്ട പോലെയൊക്കെ തോന്നുന്നുണ്ട്. ആ പാത്രം കഴുകി വെച്ചാൽ ജോലി തീരും. എല്ലാവരും വീഡിയോ കാണണം കേട്ടോ. ആരും നമ്മുടെ വീഡിയോ മിസ്സാക്കരുത്. എല്ലാവരും വീഡിയോ കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മളിപ്പോൾ കറക്റ്റ് വീഡിയോ ഒന്നും നമ്മളെ മുന്നിലെത്തിക്കുന്നില്ല കേട്ടോ. കറക്റ്റ് വീഡിയോ നമ്മളെ മുന്നിലെത്തിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. ഞാൻ ഈ പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് എല്ലാം കൂടെ പിന്നെ ഫൈനൽ സാമ്പാറും ചിക്കൻ വറുത്തതും ഒക്കെ കഴിക്കാൻ എടുക്കുമ്പോഴത്തേക്ക് കാണിച്ചു തരാം. ഈ പാത്രം കഴുകുന്നതിൻ്റെ ഇടയിലുണ്ടല്ലോ കഥ പറഞ്ഞുകൊണ്ട് നിന്നാലും ഞാൻ പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. പോരാത്തിന് കാക്കയുണ്ടല്ലോ. എല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ചോദിക്കുന്നുണ്ട്. ലൈവൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ കാക്കയുടെ സംസ്ഥാന സമ്മേളനമാണെന്ന് ചോദിക്കുന്ന കാക്ക ശല്യമുണ്ട്. വിളിക്കുന്നുണ്ടോ? എന്ന് വിളിക്കുന്നുണ്ടോ? ക്ലിയർ ഉണ്ടോ എന്നെ സുഹൃത്തുക്കളെ? ക്ലിയറുണ്ടോ അറിയില്ല. നമ്മൾ എപ്പോഴും പറയുമ്പോഴേ നമ്മളെ അടുക്കളയൊക്കെ സൗകര്യം കുറവാണ്. സൗകര്യമുള്ള അടുക്കള താഴെ പ്ലെയിനായിട്ട് കിടക്കുകയാണ്. ഉപയോഗിക്കുന്നില്ല. ആർക്കും കൊടുക്കില്ല കേട്ടോ. കൊടുക്കില്ല. അങ്ങനെ കിടക്കണം. ഞാൻ വീഡിയോ കട്ട് ചെയ്യട്ടെ. ഇതൊക്കെ കഴുകിയെടുത്തിട്ട് കാണാം. പാചകം ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാമ്പാർ റെഡി ആയിട്ടുണ്ട്. സാമ്പാറിൽ കടുക് വറുക്കുന്നുണ്ട്. ഒരു സൈഡിൽ കൂടെ കാക്ക, ഒരു സൈഡിൽ കൂടെ നമ്മുടെ അടുത്ത വീട്ടിലെ പട്ടി. എന്താ ചെയ്യുക? പറയുന്നതൊന്നും കേൾക്കാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാം കടുക് വറുത്തിട്ട് കാണിച്ചു തരാം. ക്ലിയർ ഇല്ലെന്നാണ് തോന്നുന്നത് കേട്ടോ. കറിവേപ്പില നോക്കിയിട്ട് കണ്ടില്ല. വേണമെങ്കിൽ താഴെ പോകണം. അതെന്നാൽ ഞാൻ എല്ലാം കൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മുടെ ചിക്കൻ കറി, ചിക്കൻ വറുത്തത്, സാമ്പാർ, ചോറ്, നമ്മുടെ കറികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ? സാമ്പാർ ഒരു തട്ടിക്കൂട്ട് സാമ്പാർ. കട്ടിക്കല്ല, ഇച്ചിരി വെള്ളം പോലെ വെച്ച് പെട്ടെന്ന് ജോലിയും കഴിഞ്ഞിട്ടൊക്കെ വന്നുള്ള തട്ടിക്കൂട്ട് പരിപാടിയാണ്. നമ്മുടെ സാമ്പാറൊന്നും കണ്ടിട്ട് ആരും കുറ്റമൊന്നും പറയരുത്. എന്നാലിപ്പോൾ നമ്മൾ കഴിക്കാൻ എടുക്കുമ്പോഴും കൂടെ കാണിക്കാൻ പറ്റുകയാണെങ്കിൽ കാണിക്കാം.
ഞാൻ ചോറ് കഴിക്കാൻ പോകണം കേട്ടോ. ചോറ് കഴിക്കാൻ പോകുന്നു. ചോറ്, ചിക്കൻ കറി, ചിക്കൻ വറുത്തത്. ചോറെടുക്കട്ടെ, ഞാൻ എടുത്തിട്ട്. ചിക്കൻ വറുത്തത്, സാമ്പാർ. സാമ്പാർ നല്ല ചൂടുണ്ട് കേട്ടോ. സാമ്പാർ നല്ല ചൂടുണ്ട്. പിന്നെ ഉണ്ടല്ലോ അച്ചാർ, നാരങ്ങ അച്ചാർ. നാരങ്ങ അച്ചാർ. ഫോണാണെങ്കിൽ പറയും ഇപ്പം വീണനെ. ഫോണാണെങ്കിൽ സ്റ്റാൻഡൊന്നും ശരിയല്ല, കണ്ടോ.